നമസ്കാരം. സൂപ്പർ സോക്കറിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ രണ്ട് അതികായന്മാർ, ഒരുപക്ഷെ ലോകത്തിൽ ഇനിയും സാധ്യതകളുള്ള കലിയൻ എംബാപ്പെ, തൻ്റെ സാധ്യതകളുടെ അവസാന നാളുകളിലേക്ക് എത്തുന്ന ഫുട്ബോളിൻ്റെ വിശുക എന്ന മെസ്സി, ഈ രണ്ടുപേർ ഇന്നലെ കളം നിറഞ്ഞ് കളിച്ച ദിവസമായിരുന്നു ലോകകപ്പിൻ്റെ 6ാം ദിവസം. ഈ 23ാം എഡിഷനോടുകൂടി ഒരുപക്ഷെ മെസ്സി ടാറ്റ പറയാം. പക്ഷേ എംബാപ്പയ്ക്ക് ഇനിയും കിടക്കുന്നു ലോകകപ്പുകൾ. ആരാണ് ക്ലോസയുടെ റെക്കോർഡ് ആദ്യം ബ്രേക്ക് ചെയ്യുക? അങ്ങനെയൊക്കെ ഉറ്റുനോക്കുന്ന മത്സരമായിരുന്നു ഇത്. എന്നോടൊപ്പം ഈ കളി നമ്മളോടൊപ്പം പറഞ്ഞു തരാനും അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി സൂചിപ്പിക്കാനുമുള്ളത് സുദേശാണ്. സ്വാഗതം സുദേശ്. മത്സരം ഫ്രാൻസ് സെനഗൽ, പക്ഷേ സ്കോർ സൂചിക്കുമ്പോൾ അങ്ങനെ ഒരു ഏകപക്ഷീയ മത്സരം ഒരിക്കലും അല്ലായിരുന്നു. മത്സരം തുടങ്ങുമ്പോൾ ആവേശകരമായി സെനഗൽ മുന്നോട്ട് പോകുന്നതാണ് ആദ്യത്തെ 10 മിനിറ്റിൽ നമ്മൾ കണ്ടത്. പിന്നീട് എംബാപ്പയെ പോലുള്ള ഒരു താരം, പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീഡ്. 2022 ലോകകപ്പിൽ അർജൻറ്റീനയെ പിടിച്ചു നിർത്തിയതാണ് ആ സ്പീഡ്. ഇനിയും ആരെയൊക്കെയോ തളർത്താനും ഫ്രാൻസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുമുള്ള കഴിവ് ആ കാലുകൾക്ക് ഉണ്ട് എന്ന് തീർച്ചയായും ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നു. അദ്ദേഹം തീർച്ചയായും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നലെയും 2 എണ്ണം പറഞ്ഞ ഗോളുകൾ, ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്നൊക്കെ നമ്മൾ ഫുട്ബോളിൽ വിശേഷിപ്പിക്കുന്ന 2 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തു. ഇന്നലത്തെ മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഫ്രാൻസ് സെനഗൽ മത്സരത്തിൽ നമുക്കറിയാം, ഒരു ഫ്രഞ്ച് കോളനിയായിരുന്ന സെനഗൽ ഫ്രാൻസ് മത്സരത്തിന് രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യമുള്ളൊരു മത്സരമാണ്. എന്നാൽ ആഫ്രിക്കൻ ടീമിനെതിരെ ഫ്രാൻസ്, കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളായ ഫ്രാൻസ് വളരെ അനായാസം ജയിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ മത്സരം തുടങ്ങി ആദ്യ പകുതി പൂർണ്ണമായിട്ടും സെനഗലിൻ്റെ കയ്യിലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാവരും, ഇപ്പോൾ ആഫ്രിക്കൻ പ്ലേയേഴ്സിൽ കമാര ആയാലും കുലിബാലി ആയാലും എല്ലാ പ്ലേയേഴ്സും, സാദിയ മാനെ പോലുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മറ്റും പ്രധാനപ്പെട്ട ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ അങ്ങനെ കളിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇന്ന് പല ആഫ്രിക്കൻ ടീമിലും യൂറോപ്പിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ വളരെ ഒത്തിണക്കത്തോടുകൂടി ധാരണയോടുകൂടി നല്ല വെടിപ്പാർന്നൊരു ഫുട്ബോൾ കളിക്കാൻ അവർക്ക് സാധിച്ചു. ഒരുപോലെ തന്നെ ഫ്രാൻസിനെ ഡിഫെൻഡ് ചെയ്യാനും എംബാപ്പയെ പോലുള്ള, ഇപ്പോൾ പറഞ്ഞ അതിവേഗക്കാരനായ എംബാപ്പയെയും ലോക ഫുട്ബോളറായ ഡെംബലെയും പോലുള്ള ഒന്നാംകിട താരങ്ങളെ കുലിബാലിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധം പൂർണ്ണമായിട്ട് പൂട്ടി. അതിനൊപ്പം തന്നെ കമാറയുടെ നേതൃത്വത്തിലുള്ള മധ്യനിര, അത് പ്രത്യേകം എടുത്തു പറയണം, അവർ കളി നിയന്ത്രിച്ചു. തീർച്ചയായിട്ടും ചുവമേനിയെയും ഒലിസയെയും എല്ലാം പോലുള്ള കളിക്കാർ മറുപക്ഷത്തുണ്ട്. പക്ഷേ അവരുടെയൊക്കെ റാബിയോട്ട് നിലവാരം താഴ്ത്തുന്ന രീതിയിലേക്ക് സെനഗൽ കളിച്ചു. അവർ പല ഘട്ടത്തിലും ഗോളിനടുത്തെത്തി എന്നുള്ളതാണ്. വളരെ ഗംഭീരമായ ചാൻസുകൾ, 2 ഗോളെന്ന് ഉറച്ച 2 ചാൻസുകൾ അവരുണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ പ്രകടനം കണ്ടപ്പോൾ ഒരു സ്പെയിനിന് സംഭവിച്ചതുപോലെ, ബെൽജിയത്തിന് സംഭവിച്ചതുപോലെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു തുല്യത ഇവിടെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ സംശയിച്ചത്. എന്നാൽ ദശാംസ് എന്ന പരിശീലകൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഇത്രയും 10 വർഷത്തിലധികമായി ഫ്രഞ്ച് ടീമിനെ പരിശീലിപ്പിക്കുന്നത് അദ്ദേഹത്തെ മാറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ദിദിയർ ദശാംസിനെ 2ാം പകുതിയിൽ ഒരു ബി പ്ലാനുമായിട്ട് ഇറങ്ങുന്നു. എന്താണോ ഓരോ ഫ്രഞ്ച് പ്ലേയേഴ്സിൻ്റെയും ശക്തി, ആ നാച്ചുറൽ ഗെയിം പുറത്തെടുക്കാൻ പറയുന്നു. അത് അതേ രീതിയിൽ പുറത്തെടുത്ത് ഹൈ പ്രസ്സായിട്ട് തിരിച്ച് കളിക്കാൻ, എന്താണോ സെനഗൽ ആദ്യ പകുതിയിൽ സ്വീകരിച്ച തന്ത്രം, അതിനൊരു മറുതന്ത്രം സ്വീകരിച്ച് കളിക്കാൻ പ്ലാൻ ചെയ്യുന്നു. വളരെ കൃത്യമായി നടപ്പാക്കുന്നു. അവിടെ എംബാപ്പയുടെ സ്പീഡ് നിർണായകമാവുന്നു. ഇന്നലെ നമുക്കറിയാം, ഒസ്മാൻ ഡെംബലെ അല്പം മങ്ങിപ്പോയെങ്കിലും ഒലീസെ ഇനി എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ്. ലോക ഫുട്ബോളിൽ ഇനി ഭാവിയിൽ അല്ലെങ്കിൽ ഈ ലോകകപ്പിൽ തന്നെ ഏറ്റവും മികച്ച താരം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എംബാപ്പെ നേടിയ ആദ്യ ഗോളിന് ഒലീസെ കൊടുത്തൊരു പാസ്. ആ പാസ്സാണ് ശരിക്കും പറഞ്ഞാൽ സെനഗലിൻ്റെ ആത്മവിശ്വാസം മുഴുവൻ തകർത്തത്. എംബാപ്പയുടെ ഫിനിഷിംഗ് മികവും ഒലീസയുടെ ആ പാസും കൂടെ ആയപ്പോൾ ആ ഗോൾ കിട്ടിയതോടുകൂടി സെനഗൽ ഡിഫെൻസീവ് ആവുന്നു. പിന്നീട് അവർക്ക് അവരുടെ ആദ്യത്തെ താളം കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ രീതിയിൽ കളിക്കുന്നു. തുടർച്ചയായി 2 ഗോളുകൾ കൂടെ നമ്മൾ കണ്ട അവസാന ഘട്ടത്തിൽ 2-1 എന്ന നിലയിൽ ഇഞ്ചുറി ടൈമിൽ സെനഗൽ ഒരു ഗോൾ തിരിച്ചടിക്കുന്നു.
പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ തൻ്റെ ഷൂട്ടിംഗ് മികവ് കൂടി കാണിച്ചു തന്നു. ഇത് നമ്മുടെ എംബാപ്പെ തെളിയിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു സൂപ്പർ താരങ്ങളുടെ പോരാട്ടത്തിൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് എന്തുകൊണ്ടാണ് ഈ ലോകകപ്പിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ലൈനപ്പ്, സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായാലും ഫസ്റ്റ് 11-ലായാലും ഈ ലോകകപ്പിലെ ഏറ്റവും നല്ല പ്ലേയേഴ്സ്, ഏറ്റവും നല്ല പൊസിഷനിൽ ഏറ്റവും നല്ല പ്ലേയേഴ്സുള്ള ഒരു പെർഫെക്റ്റ് ടീം എന്ന് പറയാവുന്ന ടീമാണ് ഫ്രാൻസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അവരുടെ ആ തന്ത്രം മാറ്റൽ, രണ്ടാം പകുതിയിൽ അവർ പ്ലാൻ ബി നടപ്പാക്കുന്നു, വളരെ ഭംഗിയായി നടപ്പാക്കുന്നു. വളരെ അനായാസം എന്ന് തോന്നുന്ന വിധത്തിൽ വളരെ ടൈറ്റായൊരു മത്സരമായിരുന്നു. എന്നാൽ പോലും സ്കോർ നില കാണുമ്പോൾ ഫ്രാൻസിൻ്റെ ഒരു ആധിപത്യം നമുക്ക് ക്ലിയർ ആയിട്ട് ബോധ്യപ്പെടുന്നു. അതുപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് ഒന്നുള്ളത്, രണ്ടാം പകുതിയിലെ ഈ മാറ്റത്തോടൊപ്പം തന്നെ രണ്ട് വിങ്ങിൽ നിന്നും ഓവർലാപ്പ് ചെയ്ത് കളിക്കുന്ന രണ്ട് ഡിഫൻസ്, പ്രത്യേകിച്ച് സാൽവയും അതുപോലെ കുൻഡയും ഒക്കെ അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു രീതി. ഇവിടെ ഇന്നലെ കളം നിറഞ്ഞ് കളിച്ച പ്ലെയറിൽ ഒരാൾ റാബിയത്താണ്. അദ്ദേഹത്തിൻ്റെ വേഗത, അദ്ദേഹത്തിൻ്റെ ബോൾ നൽകാനുള്ള പ്രത്യേക കഴിവ്, അതൊക്കെ ഇന്നലെ വളരെ വ്യക്തമായി കണ്ട ഒരു മത്സരം കൂടിയാണ് രണ്ടാം പകുതിയിൽ ഫ്രാൻസ് കാഴ്ചവെച്ചത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ദശാംശിനെ എന്തുകൊണ്ടാണ് ഫ്രാൻസ് വിടാത്തത് എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഇന്നലത്തെ കളിയുടെ തന്ത്രം. അതുകൂടി തീർച്ചയായും പറയണം. പക്ഷേ മുഴുവൻ മാർഗം സെനഗലിന് കൊടുക്കണം. സെനഗൽ മത്സരം തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കോർ സൂചിപ്പിക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ട മത്സരമോ അല്ലെങ്കിൽ ഒരു ഏകപക്ഷീയമായ മത്സരമോ ഒന്നും അല്ലാതിരുന്നിട്ടും ഈ എംബാപ്പെ എന്ന ഒരു വ്യക്തിയുടെ സ്പീഡും ഷൂട്ടിംഗ് പവറും കണ്ട മത്സരം ആയതുകൊണ്ട് മാത്രമാണ് അവസാനം ഇഞ്ചുറി ടൈമിൻ്റെ അവസാനം, അതായത് അവസാന ഫിസിലിൽ എംബാപ്പയുടെ ഗോളോട് കൂടിയായിരുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട്. വളരെ ഗംഭീരമായ മത്സരം. ഒരുപക്ഷെ ഫ്രാൻസ് വളരെ ദൂരം മുന്നോട്ട് പോകാൻ ഈ ടീമിന് കഴിയും എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് സന്തുലിതമായ ഒരു ഫ്രാൻസ് ടീം, ഒരു ഫ്രഞ്ച് പട, അവർക്ക് കുറേ ദൂരം പോകാൻ സാധിക്കട്ടെ എന്നുകൂടി നമുക്ക് ഈ മത്സരത്തിൽ ആശംസിക്കാം. രണ്ടാമത്തെ മത്സരം ഇറാഖിൻ്റെ മത്സരമാണ്. ഇറാഖ് നോർവേ. അവിടെയും സ്കോറിംഗ് നടന്നു. 5 ഗോളുകളാണ് കണ്ടത്. 4 ഗോൾ നോർവേ നേടുന്നു, 1 ഗോൾ ഇറാഖ് നേടുന്നു. പക്ഷേ മത്സരത്തിൽ ആർക്കാണ് ഒരു മുൻതൂക്കം എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇറാഖ് നന്നായിട്ട് കളിച്ചു. പ്രത്യേകിച്ച് ഇറാഖിന് 8ാം നമ്പർ താരം, അദ്ദേഹം ഒരു ഹെഡറിലൂടെ ഗോൾ നേടിയ താരം കൂടിയാണ്. അദ്ദേഹം കളം നിറഞ്ഞ് ഇന്നലെ കളിച്ചു. ഒരു പക്ഷേ രണ്ട് ടീമിലെയും മാൻ ഓഫ് ദ മാച്ച് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് നൽകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറാഖിൻ്റെ പോരാട്ട വീര്യം എങ്ങനെ കാണുന്നു? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏഷ്യൻ ടീമുകളും യൂറോപ്യൻ ടീമുകളും കളിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഈ മത്സരത്തിൽ കാണേണ്ടത്. ഇപ്പോൾ നോർവേ ഇറാഖ് മത്സരത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മത്സരം വീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇറാഖ് വളരെ നേരം പന്ത് വയ്ക്കുകയും കൂടുതൽ നേരം കളി നിയന്ത്രണത്തിലാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോളിൻ്റെ കാര്യത്തിൽ വലിയ അന്തരം വരികയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇന്നത്തെ മോഡേൺ ഫുട്ബോളിൽ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് ഒരു ഗോളാണ് ഒരു മത്സരത്തിൽ ഏറ്റവും നിർണായകം. ഇറാഖ് സ്വാഭാവികമായിട്ടും അത് പലതരത്തിലാണ്. ടെക്നിക്കലി ഒരു അഡ്വാൻറ്റേജ് നോർവേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കളി കാണുമ്പോൾ ഉള്ള ഒരു സ്പീഡും അതിൽ കൂടുതൽ നമ്മൾ പറയാം, നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു പിടഞ്ഞ് കളിക്കുക എന്നുള്ള പോലെ ഇറാഖ് കളിച്ചു. സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങളുടെയും ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇറാഖ് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് ഏഷ്യൻ ഫുട്ബോളിൽ വളരെ കാലമായിട്ട് ഈ തങ്ങളുടെ രാജ്യത്ത് ഇത്രത്തോളം പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോഴും വളരെ നല്ല ഫുട്ബോൾ കളിക്കാൻ എന്നും കഴിഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ്. പല തവണയും അവർ ഫിഫ ലോകകപ്പിൽ കളിക്കുകയും ചെയ്തു. നോർവേ കുറേ കൂടെ കംഫർട്ടബിളായ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നു. അങ്ങനെ മാനസികമായിട്ടും അവർക്ക് കുറേ കൂടെ കംഫർട്ടായിട്ടുള്ള. പിന്നെ യൂറോപ്പിൽ കളിക്കുന്ന ഹാളൻഡിനെ പോലുള്ള പ്ലെയേഴ്സിനെ പ്രത്യേകം എടുത്തു പറയണം. ഹാളൻഡിൻ്റെ ഫിനിഷിംഗ് മികവ്, അദ്ദേഹത്തിൻ്റെ 2 ഗോളുകൾ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു ഫിനിഷറുടെ അഭാവം സ്വാഭാവികമായിട്ട് ഇറാഖിനുണ്ടായിരുന്നു. ഈ കളി അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ കളിച്ചെങ്കിലും നല്ലൊരു ഫിനിഷറുടെ അഭാവം ഉണ്ടായിരുന്നു. അത് ഫിസിക്കലി ഒരു അഡ്വാൻറ്റേജ് നോർവേക്ക് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. അത് പെനാൽറ്റി ബോക്സിൽ എത്തുമ്പോൾ, ഇറാഖിൻ്റെ നീക്കങ്ങൾ എത്തുമ്പോൾ ആ ഫിസിക്കൽ അഡ്വാൻറ്റേജും അവരുടെ ഉയരവും ഫിസിക്കലി ഉള്ള എബിലിറ്റിയുമാണ് നോർവേ അവരുടെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കളി കണ്ടു നമ്മൾ ഇത്തരം ടീമുകൾ, പോളണ്ടിനെ പോലുള്ള ടീമുകൾ കളിക്കുന്ന ഒരു ശൈലിയിലാണ് നോർവേയും കളിച്ചത്. അത് ഗോൾ അടിക്കാൻ ഹാളൻഡിനെ പോലുള്ള ഒരു ഫോർവേഡ് കൂടി ഉണ്ടായപ്പോൾ അവർക്ക് കുറേ കൂടി ആധികാരികമായിട്ട്, അല്ലെങ്കിൽ വളരെ ആധികാരികമായൊരു ജയം തന്നെ സ്വന്തമാക്കാനായി. പ്രത്യേകിച്ച് ഹാലൻഡിൻ്റെ 2 എണ്ണം പറഞ്ഞ ഗോളുകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആകാരശേഷിയും നല്ല പൊക്കം, അതുപോലെ തന്നെ നല്ല പന്തടക്കം, സ്പീഡ്, അതെല്ലാം മുഴുവൻ തെളിയിച്ച ഒരു മത്സരം കൂടിയാണ് നോർവേയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ
ഇറാഖിനെ സംബന്ധിച്ചുള്ള ആദ്യ പകുതി പൂർണ്ണമായും ഇറാഖിൻ്റെ നിയന്ത്രണത്തിൽ കളി പോയി എന്ന് പറയണം. ഇപ്പോൾ സൂചിച്ചതുപോലെ ഏഷ്യൻ ശക്തികൾ പ്രബലമായി മുന്നോട്ട് വരുന്നു. സൗദി ആയാലും ഇറാനായാലും അതുപോലെ തന്നെ ഇറാഖായാലും ജപ്പാനായാലും ഒക്കെ ശക്തമായി ലോകകപ്പിൽ മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ഏഷ്യൻ ശക്തികളുടെ ഒരു നിർണായക പോരാട്ടം 2026 ലോകകപ്പിൽ. അതിനോട് ചേർത്ത് പറയേണ്ടത് ഈ ലോകകപ്പിൽ ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ ടീം തോൽക്കുന്നത്. അതെ, അത് ഇന്നാണ്. ഇത്ര ദിവസം തോറ്റിട്ടില്ല. അതെ, ജപ്പാൻ ആയാലും സൗദി ആയാലും ഏത് ടീമായാലും കൊറിയ ആയാലും ആരും തോൽക്കാതെ ഇന്നാണ് ഒരു ഏഷ്യൻ ടീം തോൽക്കുന്നത്. അത് ഏഷ്യൻ ഫുട്ബോളിൻ്റെ ഒരു നല്ല ലക്ഷണമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. രണ്ടാം പകുതി ആണ് ശരിക്കും നോർവേ ഒന്ന് ഉണർന്ന് കളിച്ചത്. സ്കോറിംഗ് കൂടുതൽ വന്നതും ആ പകുതിയിലാണ്. അവിടെ ശരിക്കും സുദേശ് സൂചിപ്പിച്ചതുപോലെ നോർവേ ശരിക്കും ഒരു യൂറോപ്യൻ ശൈലിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നു. രണ്ട് വിങ്ങിലൂടെ മുന്നേറുക, അതുപോലെ തന്നെ ചെറിയ പാസോടുകൂടി അകത്തേക്ക് വരിക, അങ്ങനെയുള്ള ഒരു ശൈലിയിൽ ശരിക്കും അവർ കളിച്ചപ്പോൾ ഈ സ്ലോവക്കൻ്റെ തന്ത്രങ്ങൾ രണ്ടാം പകുതിയിൽ എങ്ങനെയായിരുന്നു എന്ന് വിശേഷിക്കും? തീർച്ചയായും അത് ഞാൻ നേരത്തെ പറഞ്ഞു. അവരുടെ ഫിസിക്കൽ അഡ്വാൻറ്റേജും പിന്നെ അവരുടെ ഒരു ടെക്നിക്കലി കുറച്ചുകൂടെ ഹൈ ആണ്. ഇറാഖിനേക്കാളെ എത്രയും മുകളിലാണ്. അത് കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് അവർക്കുണ്ട്. അതുപയോഗിച്ച് കളിയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാഖ് അവസാനം സെക്കൻഡ് ഹാഫിലേക്ക് കുറേ കൂടെ ടയർഡായ പോലെ ഒരു ഫീലാണ് നമുക്കുണ്ടായത്. അവരുടെ കൂടുതൽ സ്വാഭാവികമായിട്ടും ഒരു അമിത വേഗത്തിൽ അവർ ഫസ്റ്റ് ഹാഫിൽ കളിച്ചപ്പോൾ കൂടുതൽ അധ്വാനം ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും നോർവേ അപേക്ഷിച്ച് അവർ ടയർഡാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൂടി മുതലെടുത്തായിരുന്നു നോർവേ ഒരു ആധിപത്യം സ്ഥാപിച്ചത്. അതുപോലെ ഹുസൈൻ്റെ ഹോളും എടുത്തു പറയണം ഇതിൽ ശരിക്കും ഇറാഖിന് വേണ്ടി. അങ്ങനെ ഇറാഖ് നോർവേ മത്സരം, ഈ ഗ്രൂപ്പിൽ നോർവേയും അതുപോലെ തന്നെ ഫ്രാൻസും മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ആ ഗ്രൂപ്പ് തീരുന്നത്. അപ്പോൾ രണ്ടുപേരുടെ ചാൻസിന് ഇനി വളരെ മങ്ങലാണ്. ഈ രണ്ടുപേരും വളരെ നന്നായി കളിച്ചാൽ ആ ഗ്രൂപ്പിൽ തീർച്ചയായും ഏറ്റവും നല്ല പോരാട്ടം നോർവേ ഫ്രാൻസ് തമ്മിലുള്ള മത്സരമായിരിക്കും. ഈ ലോകകപ്പ് കയ്യിലുള്ള ടീം ആയ അല്ലെങ്കിൽ നിലവിലത്തെ ചാമ്പ്യന്മാരായ അർജൻറ്റീന, മെസ്സിയുടെ അർജൻറ്റീന, സ്കലോണിയുടെ അർജൻറ്റീന, അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അർജൻറ്റീനയുടെ മത്സരമായിരുന്നു ആഫ്രിക്കൻ ശക്തികളുമായി അൾജീരിയ. നേരത്തെ തന്നെ പല പ്രവചനങ്ങളുണ്ട്. ഒരുപക്ഷെ അൾജീരിയ ആദ്യം സൗദി അറേബ്യ പണ്ട് ഞെട്ടിച്ചതുപോലെ ഒരുപക്ഷെ ഞെട്ടിക്കാൻ സാധ്യതയുള്ള ടീമാണെന്ന് വരെ എല്ലാവരും എഴുതിയ മത്സരമാണ് അർജൻറ്റീന മത്സരം. പക്ഷേ ഒരു ഒറ്റയാൻ പ്രകടനം. താൻ എന്തുകൊണ്ടാണ് ലോകത്തിലെ 1-ാം നമ്പർ താരം, അല്ലെങ്കിൽ താൻ ലോക ഫുട്ബോളിൻ്റെ മിശിഹ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് കാട്ടിത്തരുന്ന ഒരു മികച്ച പ്രകടനം. 5-ാം മിനിറ്റിൽ തന്നെ മെസ്സി പന്ത് ഗോൾ വലയിൽ എത്തിക്കുന്നു. പക്ഷേ ഓഫ് സൈഡിൻ്റെ രൂപത്തിൽ ആ ഗോൾ നിഷേധിക്കപ്പെടുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ അർജൻറ്റീനയ്ക്ക് എതിരായി അൾജീരിയയും ആ 2 ഗോളും ഓഫ് സൈഡ് ഗോളിൽ കലാശിക്കുന്നു. അതിനുശേഷം 17-ാം മിനിറ്റിൽ വല ചലിപ്പിക്കുന്നു മെസ്സി. ഗംഭീരമായ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തൻ്റെ ഇടങ്കാലനടിയിൽ ഡിക്ക് പുറത്തു നിന്ന് നേരെ വലയുടെ മൂലയിലേക്ക് 1-ാം ഗോൾ. അതിനുശേഷം 2-ാം പകുതിയിൽ 2 ഗോൾ കൂടി നേടി അദ്ദേഹം കളം വിട്ട് പുറത്തു പോകുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അർജൻറ്റീനൻ ഫാൻസ് ഇന്നലെ മെസ്സിയെ വരവേറ്റതും അതുപോലെ തിരിച്ച് ഡഗൌട്ടിലേക്ക് ടാറ്റ പറഞ്ഞയച്ചതും. ഹാട്രിക് നേടിയ മെസ്സി 2026 ലോകകപ്പിലെ ആദ്യ ഹാട്രിക് തൻ്റെ പേരിൽ കുറിച്ചു. ഇപ്പോൾ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോളിന് അടുത്തേക്ക് എത്തുന്ന ഒരു മെസ്സി. അർജൻറ്റീന അൾജീരിയ മത്സരം വളരെ വാശിയേറിയ മത്സരമായിരുന്നു. അതിനെ സുദേശ് എങ്ങനെ വിലയിരുത്തും? തീർച്ചയായും ഇപ്പോൾ ലോകത്തെ ഫുട്ബോൾ ആരാധകർക്ക് അവർ കാത്തിരുന്ന ഒരു മത്സരം ആ രീതിയിൽ തന്നെ നമുക്ക് പറയണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെസ്സി എന്ന താരത്തെ ഇപ്പോൾ അമേരിക്കയിൽ MLS ലീഗ് കളിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പിന് ശേഷം വിരമിക്കുന്നതിനെക്കുറിച്ച് പലരും സംസാരിച്ചിരുന്നു. നമുക്ക് പലപ്പോഴും ഇവിടെ ലൈവായിട്ട് മെസ്സിയുടെ കളി ഇപ്പോൾ കാണാൻ കഴിയാത്തൊരു സാഹചര്യം. അതുമാത്രമല്ല, ഒരു യൂറോപ്യൻ ടീമിനെതിരെ 2022 ലോകകപ്പിന് ശേഷം അർജൻറ്റീന കളിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണെന്നറിയാത്തപ്പോൾ എന്താണ് ഒരു പ്രതിഭ എന്ന് അദ്ദേഹം ഒറ്റ മത്സരം കൊണ്ട് തന്നെ തെളിയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ തോറ്റു സൗദി അറേബ്യയുടെ നിന്നൊക്കെ അതൊക്കെ അറിയായിരിക്കും. പക്ഷേ അതൊക്കെ വളരെ
അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ അൾജീരിയയ്ക്ക് അങ്ങനെ ഒരു സാധ്യതയെ ഇന്നത്തെ മത്സരത്തിൽ കൊടുത്തില്ല. ഇവിടെ മെസ്സി എന്ന സൂപ്പർ സ്റ്റാറിനെ സ്കലോണി ആ ഒറ്റ പ്രതിഭയുടെ ബലത്തിലാണ് ആ ടീമിനെ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ടീമിൻ്റെ കളി അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിന്ന് വളരെ ഭംഗിയായി കാണിച്ചു തന്നു. മെസ്സി എന്ന താരത്തെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിന് കുറേ സഹായികൾ, ആ രീതിയിലാണ് നമ്മൾ മറ്റുള്ള ഒരു താരത്തെയും കുറച്ച് കാണുകയല്ല. എൻസോ ഫെർണാണ്ടസിനെ പോലെയും ഡിപോളിനെ പോലെയും മെക്കലിസ്റ്ററിനെ പോലെയും എല്ലാമുള്ള സൂപ്പർ താരങ്ങളെ എല്ലാ സൂപ്പർ താരങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ പോലും ഇവിടെ അവർക്ക് ഈ ഒരു സൂപ്പർ താരത്തെ, അല്ലെങ്കിൽ ലോക ഫുട്ബോൾ കണ്ട അസാമാന്യമായ പ്രതിഭയുള്ള ഒരു താരത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അത് ഇവിടെ പറഞ്ഞതുപോലെ അൾജീരിയ പിന്നെ നമ്മൾ മത്സരത്തിൻ്റെ തുടക്കം കണ്ടപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് തുല്യ ശക്തികളും തോന്നിപ്പിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മെസ്സി ഒരു ഗോൾ അടിക്കുന്നു, ഓഫ് സൈഡ് ആവുന്നു, VAR അത് ഓഫ് സൈഡ് വിളിക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ അൾജീരിയ വളരെ മനോഹരമായ ഒരു ഗോൾ അടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓഫ് സൈഡായി, ആ ഗോളും ഡിസലോ ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം എന്ത് സംഭവിക്കും? ഇത്തരത്തിൽ അർജൻറ്റീന ഒരു ഗോൾ വഴങ്ങുന്നു, ഓഫ് സൈഡ് ആണെങ്കിൽ പോലും ഗോൾ കിട്ടുന്നു എന്നുള്ളതിൽ അർജൻറ്റീന ആരാധകരെയും പലരെയും അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ശേഷം എന്തും സംഭവിക്കാമെന്നുള്ളൊരു ഘട്ടത്തിൽ ഞാൻ എന്താണ് എന്ന് മെസ്സി താൻ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലോക ഫുട്ബോളിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ഗോട്ട് വിശേഷണത്തിന് കൂടുതൽ പേർ തന്നെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം. അതിൽ പറയേണ്ട അൾജീരിയയെ മത്സരത്തിൽ നിന്നും ഇല്ലാതാക്കുന്നത് ഡിപ്പോളിൻ്റെ ത്രൂ ബോൾ. ഏകദേശം 8ഓളം താരങ്ങൾക്കിടയിലൂടെ അർജൻറ്റീന അൾജീരിയ താരങ്ങൾ 8ഓളം പേർക്കിടയിലൂടെ അതിമനോഹരമായി അവിടെ മെസ്സി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അതാണ് അൾജീരിയ ഈ മത്സരത്തിൽ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം. ഒരു 2 പേരെങ്കിലും ഇന്ന് മാർക്ക് ചെയ്യേണ്ട ലോക ഫുട്ബോളിൽ ഏത് എതിർ ടീമും ഒരു 2 പേരെങ്കിലും കൃത്യമായിട്ട് നിയോഗിക്കുന്ന ഒരു താരമാണ് മെസ്സി. അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുന്ന കാഴ്ചയാണ്. നമുക്ക് കൃത്യം പെനാൽറ്റി ബോക്സിന് തൊട്ട് പുറത്ത് ഡിക്ക് പുറത്ത് നിൽക്കുന്നു, പന്ത് ലഭിക്കുന്ന മെസ്സി നമ്മൾ ആ ഷോട്ട് നിരവധി തവണ പല രീതിയിലും ഗ്രൗണ്ട് ഷോട്ടായിട്ടും അല്ലെങ്കിൽ വലിയ വോളി ആയിട്ടും എല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇത് സിദാൻ്റെ മകനായിരുന്നു ഗോളി, നമുക്കറിയാം അൾജീരിയയുടെ. അദ്ദേഹത്തിന് ലൂക്കയ്ക്ക് ഒരു ചാൻസ് ഇല്ല, ലൂക്കയുടെ കൈ കൊണ്ട് അത് തട്ടിത്തെറിപ്പിക്കാൻ കഴിയില്ല. അത്ര രീതിയിൽ ഒരു കേളിംഗ് ഷോട്ടായിരുന്നു ആദ്യത്തെ ഗോള്. അത് ലൂക്കയ്ക്ക് കൈ തട്ടിയെങ്കിലും അത് അകറ്റാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഷോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി. ലൂക്ക ഒരു നിമിഷം ശങ്കിക്കുന്നുണ്ട്, ആ പന്തിൻ്റെ ഗതി മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പർക്ക് അതിലും ഹൈറ്റിൽ ചാടാം, പക്ഷേ ആ പന്ത് നേരെയാണെന്ന് വരുന്ന രീതിയിൽ ഗോളി അധികം ചാടാൻ ശ്രമിക്കുന്നില്ല. അവസാന ഘട്ടത്തിലാണ് പന്ത് ദിശ മാറിപ്പോകുന്നതെന്ന് മനസ്സിലാവുന്നു. അപ്പോഴാണ് ലൂക്ക ട്രൈ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും നമുക്കറിയാം സമയം വൈകിപ്പോയി ഗോൾ നേടുന്നു. ആ ഗോൾ നേടിയതോടുകൂടി അർജൻറ്റീന പൂർണ്ണമായിട്ട് കളിയിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് മെസ്സി പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തനായ മെസ്സിയെ കൂടെ നമ്മൾ കണ്ടു. ഇപ്പോൾ അർജൻറ്റീനയുടെ ഏറ്റവും ദൗർബല്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ എതിർ ടീമുകൾ ലക്ഷ്യമിടുന്നത് പ്രതിരോധത്തെയാണ്. എപ്പോഴും കണ്ടിരുന്നു ഓട്ടോമെൻറ്റി പോലുള്ള താരങ്ങൾക്ക് അവർക്ക് പ്രായമായി. പക്ഷേ ഇന്ന് കളിച്ചിരുന്നത് റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസുമാണ് കളിച്ചിരുന്നത്. ലിസാൻഡ്രോ മാർട്ടിനസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വളരെ ഭംഗിയായി കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിൻ്റെ ഉയരക്കുറവിനെ തൻ്റെ പ്രതിഭ കൊണ്ട് അല്ലെങ്കിൽ ടാക്ലിംഗ് മികവ് കൊണ്ടും മറ്റും അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഈ 2 താരങ്ങൾ വളരെ ഭദ്രമായി തന്നെ പ്രതിരോധം കാക്കുന്നു. പക്ഷേ മെസ്സി പലപ്പോഴും താഴേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നു, അദ്ദേഹം പലപ്പോഴും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ കഴിയും. എവിടെ സ്കലോണി കൊടുത്തിരിക്കുന്ന മെസ്സേജ് അതാണ്. മെസ്സിക്ക് എന്താണോ ഇഷ്ടം അതുപോലെ കളിക്കാനുള്ള സ്വാതന്ത്ര്യം. മറ്റു പ്ലേയേഴ്സിന് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചുമതലയും. മൊത്തത്തിൽ പ്രതിഭാശാലികളാണ്, സ്വാഭാവികമായിട്ടും ഏത് എതിർനിരയ്ക്കെതിരെയും പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവരാണ്. പക്ഷേ മെസ്സിയെ അദ്ദേഹം ഒരു നർത്തകനെ പോലെ അദ്ദേഹം ഗ്രൗണ്ടിൽ ചലിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിനോട് പന്ത് നൽകുകയും അദ്ദേഹത്തിന് പന്ത് വാങ്ങുകയും എല്ലാം ചെയ്യുന്ന ഒരു രീതിയിൽ വളരെ ഭംഗിയായി കളിച്ചു. വളരെ മനോഹരമായ മത്സരം. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ലോകകപ്പിനെ സംബന്ധിച്ച് മെസ്സിക്ക് ഒരു കുറവുണ്ടായിരുന്നത്, ഒരു ഹാട്രിക്കിൻ്റെ കുറവുണ്ടായിരുന്നു. അത് വളരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇന്ന് ഗോൾ അടിച്ചോളാം എന്നുള്ള നിലയിലായിരുന്നു നായകൻ. ഇതിന് ഞാൻ മതി എന്നുള്ള നിലയ്ക്കായിരുന്നു. അത്രത്തോളം ആധികാരികം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 ഗോളുകൾ. മറ്റു ഗോളുകൾ ഗോളി തടുത്തിട്ട ഒരു ബോളിൽ നിന്നായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് എതിർ പ്രതിരോധക്കാർ വരുന്നതിന് മുമ്പ് അത് കണ്ടറിഞ്ഞ് അവിടെ ആ സ്പോട്ടിൽ എത്താനുള്ള ആ നാക്ക്
ആ മാക്കലിസ്റ്ററിൻ്റെ ഷോട്ട് അത് ഗോളി തട്ടിത്തെറിപ്പിക്കുമ്പോൾ ഓൺ ദ സ്പോട്ട്, അതാണ് ഒരു പ്രതിഭയ്ക്ക് വേണ്ടത്. അത് നമുക്കറിയാം, മെസ്സി കളി റീഡ് ചെയ്യുന്നത് പോലെ, അദ്ദേഹം സ്കാൻ ചെയ്യുന്നത് പോലെ ഗ്രൗണ്ട് സ്കാൻ ചെയ്യുകയും അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന പോലെ റീഡ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് പുതിയ ജനറേഷനിലായാലും വളരെ അപൂർവമാണ്. അതൊരു അപൂർവ പ്രതിഭ തന്നെയാണ്. അതിന് തികച്ചും അടിവരയിടുന്നു. നമ്മൾ ലോകകപ്പ് കിട്ടിയതോടുകൂടി മെസ്സിയെ നമ്മളൊരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അതിനപ്പുറത്തേക്ക് ഉയർത്തുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്നത്തേത്. തീർച്ചയായും. അതുപോലെ തന്നെ ഇന്നലെ അർജൻറ്റീനയിൽ ഗോൾ കീപ്പ് ചെയ്യുന്നത് എമിലിയോ മാർട്ടിനസ്, ലിസാൻഡ്രോ മാർട്ടിനസ് ഡിഫൻസിൽ, അതുപോലെ മധ്യനിരയിൽ ലുട്രാവോ മാർട്ടിനസ്. ഈ മാർട്ടിനസുകളുടെ ഒരു കൂട്ടായ്മ ഇന്നലത്തെ മത്സരത്തിൽ കണ്ടു. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം, ഡീപോളും മെസ്സിയും തമ്മിലുള്ള ആ ഒരു എന്താണ് അവരുടെ പൊരുത്തം എന്ന് പറയാം, കെമിസ്ട്രി എന്നോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു രീതി. ഇന്നലെയും മെസ്സി നേടിയ ഒരു ഗോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിലായി. ബാക്കി ആദ്യ ഗോൾ ശരിക്കും മെസ്സിയുടെ പേരിൽ തന്നെ കുറിക്കപ്പെട്ട ഗോളാണ് ആദ്യ ഗോൾ. രണ്ടാമത്തെ ഗോൾ മാക്കലിസ്റ്ററിൻ്റെ റീബൗണ്ടിൽ നിന്ന് അത് ഗോൾ കീപ്പർ ലൂക്കയുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. അവിടെയും ലൂക്കയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റിയോ എന്നൊരു സംശയം. എന്ന് പറഞ്ഞാൽ ആ ബോളിനെയും അദ്ദേഹം ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ അദ്ദേഹം ചാടി അദ്ദേഹത്തിൻ്റെ കാലിൽ തട്ടിയ പന്ത് തിരിച്ചു വരുന്നു. ഡിഫൻസ് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു ചീറ്റപ്പുലിയെ പോലെ ചാടി വീണ മെസ്സി അത് ഗോളാക്കി മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു ആധിപത്യം, മെസ്സിയുടെ പൂർണ്ണമായ ആധിപത്യം ഗ്രൗണ്ടിലുടനീളം. ഇപ്പോൾ സുദേശ പറഞ്ഞതുപോലെ ഡിഫൻസിൽ വരുന്നത് കണ്ടു, മിഡ്ഫീൽഡുമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നു. അതിനുശേഷം ചില സമയങ്ങളിൽ ഡിയുടെ സമീപത്തും നമ്മൾ മെസ്സിയെ മാത്രം കണ്ട നിമിഷങ്ങളും ഇന്നലെ അർജൻറ്റീന മത്സരത്തിൽ ഉണ്ടായിരുന്നു. വളരെ വാശിയേറിയ മത്സരം. അൾജീരിയക്കാർ ഒരിക്കലും അൾജീരിയ നമ്മൾ എഴുതി തള്ളുന്നില്ല. അൾജീരിയ അവർക്ക് കിട്ടിയ അവസരം മുഴുവൻ ഗോളാക്കാൻ നോക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ വീക്കാണെന്ന് കാണിച്ച ഡിഫൻസിൽ ഇന്നലെ വളരെ റൊമേരിയോ എടുത്തു പറയേണ്ട തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച ദിവസം കൂടിയായിരുന്നു. അങ്ങനെ മൂന്നാം മത്സരത്തിൽ ചാമ്പ്യന്മാർ മെസ്സിയുടെ ഹാട്രിക്കോടുകൂടി ആ ഗ്രൂപ്പിലെ ലീഡിങ് ടീമായി മാറുന്നു. ഇനി നാളത്തെ മത്സരങ്ങളിലൂടെ നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്ന് രാത്രിയിൽ ആദ്യ മത്സരം പോർച്ചുഗലിൻ്റെ മത്സരമാണ്. പോർച്ചുഗലിൻ്റെ മത്സരത്തിൽ ഇതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രധാന പ്രതിഭ, അദ്ദേഹത്തിൻ്റെ പ്രതിഭ പോലെ മെസ്സിയുടെ പ്രതിഭയോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന അല്ലെങ്കിൽ നെയ്മറിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന അവസാന ലോകകപ്പ് കളിക്കാൻ പോകുന്നു എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ. എങ്ങനെയായിരിക്കും ആ മത്സരം? പോർച്ചുഗൽ ഇന്നത്തെ മത്സരം ഇന്ന് രാത്രി, അതായത് നാളെ 12:30. അതെ, പോർച്ചുഗലിന് ഒപ്പം കോങ്കോ, പുതിയ ആഫ്രിക്കൻ DR കോങ്കോ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ കളിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഒരു ലോക ഫുട്ബോളിലെ ഒരു ഗോട്ട് എന്ന ഒരു വലിയൊരു വിഭാഗം വിശേഷിപ്പിക്കുന്ന ഒരു താരത്തിൻ്റെ കളി കണ്ടു. അതിൻ്റെ മറ്റൊരു വശമാണ് നമ്മളിനി കാണാനിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്ന് ഏറ്റവും വലിയ ആരാണ് ഗോട്ട് എന്നുള്ളതാണ് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച. റൊണാൾഡോ ആണോ മെസ്സി ആണോ? ഇന്നും പൂർണ്ണമായിട്ട് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു ശൈലിയിൽ കളിക്കുന്നവരാണ്. അത് അവർക്ക് വിടുന്നു, ആ തർക്കം നടത്തുന്നവർക്ക് വിടുന്നു. നമ്മളതിനകത്ത് കക്ഷിയേ അല്ല. അപ്പോൾ നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു, സ്വാഭാവികമായിട്ടും റൊണാൾഡോയും മെസ്സിയും നമ്മൾ രണ്ടുപേരെയും തുല്യ രീതിയിൽ ആരാധിക്കുന്നു. അപ്പോൾ അത് തർക്കിക്കുന്നവർക്ക് വിടാം. അതെ, ഞാൻ പറയുന്നത് ഇന്നത്തെ, പക്ഷേ ഇത്തവണത്തെ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ഇവിടെ എല്ലാം ഉള്ള നമ്മുടെ ആരാധകരുള്ള നമ്മുടെ തിരുവനന്തപുരത്തോ മലപ്പുറത്തോ എവിടെയുള്ള കോസ്റ്റൽ ബെൽറ്റിൽ പോയാലും ഇത്തവണ ഏറ്റവും കൂടുതൽ പോസ്റ്ററുകളും ബാനറുകളും ഉള്ളത് പോർച്ചുഗലിനെയാണ്. സ്വാഭാവികമായിട്ട് അതിൽ ഒരു മലയാളിയെ സംബന്ധിച്ചുള്ള ഒരു മലയാളി ഇമോഷണലി ചില കാര്യങ്ങൾ കാണുന്നൊരു, ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. അതെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെസ്സിക്ക് കപ്പ് കിട്ടി, ഇനി റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് ആയാൽ നല്ലതല്ലേ എന്നുള്ളൊരു ചിന്തയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു ആരാധകരുടെ ആഗ്രഹത്തിന് പുറത്താണ് ഇന്ന് പോർച്ചുഗൽ ഇറങ്ങുന്നത്. അതിൻ്റെ സമ്മർദ്ദം അവർക്ക് മേലുണ്ട്, സ്വാഭാവികമായിട്ട് റൊണാൾഡോയ്ക്ക് മേലുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്രഞ്ച് ഫുട്ബോൾ ടീം, നേരത്തെ സ്പെയിൻ ആയിരുന്നു അങ്ങനെ ഒരു ടീം കണ്ടത്. സ്പെയിൻ പക്ഷേ അവർക്ക് അത്രത്തോളം നല്ല പ്രകടനം കാണിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പെർഫെക്റ്റ് ടീം, ഈ ലോകകപ്പിൽ ഏറ്റവും നല്ല ലൈനപ്പ് അല്ലെങ്കിൽ ഓരോ പൊസിഷനിലും ഏറ്റവും നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറയുന്ന ടീം സ്പെയിൻ, ഫ്രാൻസ്, മൂന്നാമത്തെ ടീം പോർച്ചുഗലാണ് തീർച്ചയായിട്ടും. അതിന് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. പ്രതിരോധത്തിലായാലും മധ്യനിരയിൽ ബ്രൂണോ ഹെർണാണ്ടസും നിരവധി പ്ലേയേഴ്സ്, ന്യൂനസും എല്ലാവരും
എല്ലാവരും മുന്നേറ്റ നിരയിലും ഏറ്റവും നല്ല താരങ്ങൾ ഇന്ന് പോർച്ചുഗലിനായി കളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ റൊണാൾഡോ എന്ന ഫാക്ടർ തന്നെയാണ് ഇന്ന് ഏറ്റവും നിർണായകമാവുക. അദ്ദേഹം 41 വയസ്സായി. മെസ്സിക്ക് 38ആണ്, ഇദ്ദേഹത്തിന് 41. എന്നാൽ 41കാരൻ്റെ പല ശാസ്ത്രീയമായ ഇതിൽ തെളിഞ്ഞിരിക്കുന്നത് ഒരു യുവാവിൻ്റെ ശരീരം, കരുത്തോടു കൂടിയ ശരീരം എന്ന് പറയുന്നത്. അത്തരത്തിൽ എന്നും ഒരു റോൾ മോഡൽ നമ്മുടെ യുവാക്കൾക്കും ഫുട്ബോൾ താരങ്ങൾക്കും അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ച് പ്രതിഭയുടെ കാര്യത്തിൽ ഒരു തർക്കത്തിനല്ല. മെസ്സി ഒരു നാച്ചുറൽ ടാലൻറ്റും റൊണാൾഡോ ഒരു ഉരുകിത്തെളിഞ്ഞ, അതെ തൻ്റെ കഴിവ് കൂടുതൽ തേച്ച് മിനുക്കി പ്രതിഭ എന്നുള്ള നിലയിലേക്ക് ഉയർന്ന ആളാണെന്നും പറയാറുണ്ട്. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുകയല്ല എങ്കിൽ പോലും ആ രീതിയിൽ വിലയിരുത്തുന്ന റൊണാൾഡോയുടെ ഒരു മത്സരമായിരിക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും കോങ്കോ മോശക്കാരല്ല. ഒരു കാലത്ത് ആഫ്രിക്കൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ശക്തികളായിരുന്നു, പിന്നീട് അവർ മോശമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ കാണുന്നത്. ചില നൈജീരിയയും ക്യാമറൂണും പോലുള്ള ടീമുകൾക്ക് വരെ ഇപ്പോൾ കോങ്കോയെ പോലുള്ള ടീമുകൾ, കേപ്പ് വെർദെയൊക്കെയാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്. എന്നും ആഫ്രിക്ക ഐവറി കോസ്റ്റ് ഒരു സമയത്ത് വന്നു, സെനഗൽ വന്നു, പിന്നീട് ക്യാമറൂണിൻ്റെ ഉദയം നമ്മൾ നേരത്തെ കണ്ടു. അത്തരത്തിൽ അതെ. അപ്പോൾ കോങ്കോ അത്തരത്തിലൊരു ടീമാണ്. അവരെ എഴുതിത്തള്ളാൻ കഴിയില്ല. എങ്കിൽ പോലും ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുക പോർച്ചുഗലിൻ്റെ നല്ലൊരു മത്സരം. ഇന്ന് മെസ്സി ഒരു ഹാട്രിക് നേടിയെങ്കിൽ ഞങ്ങളുടെ റൊണാൾഡോയും ഒരു ഹാട്രിക് നേടണമെന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ മെസ്സി റൊണാൾഡോ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് മെസ്സിയെ പോലെ തന്നെ റൊണാൾഡോയെക്കുറിച്ച് പറയാനും നമുക്ക് അതിന് മാത്രം ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും വേണ്ടിവരും. വീണ്ടും മറ്റു മത്സരങ്ങളിലേക്ക് കൂടെ ഒന്ന് സ്പർശിച്ചു പോകുന്നു. ഇംഗ്ലണ്ട് ക്രൊയേഷ്യയായിട്ട് മത്സരിക്കുന്നു, ഘാന പനാമയായിട്ട് മത്സരിക്കുന്നു, ഉസ്ബെക്കിസ്ഥാൻ നവാഗതർ കൊളംബിയയുമായിട്ട് മത്സരിക്കുന്നു, ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയായിട്ട് മത്സരിക്കും. ഇതാണ് ഇനി വരാനുള്ള മത്സരങ്ങൾ. ഈ മത്സരങ്ങളുടെയൊക്കെ വിശകലനവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ഫുട്ബോൾ ആശംസിക്കുന്നു.